പ്രഭുപാദിന്റെ പ്രാധാന്യം അത് നോക്കിയായിരുന്നോ? ആ ചാപ്റ്റർ ഓർമ്മല്ല. ഓക്കെ, ഇന്നിപ്പം നമുക്കിത് നോക്കാം. 20ാമത്തെ അത് നോക്കിയിട്ടില്ല പ്രഭുജി, അത് നോക്കിയിട്ടില്ല. കുഴപ്പമില്ല, അത് അടുത്ത ആഴ്ച നോക്കാം. പ്രാധാന്യം. ഓക്കെ, ഇന്ന് 20ാമത്തെ പേജില് ഗുരുവും ദീക്ഷയും എന്നുള്ള അധ്യായം നോക്കാം. ആരെങ്കിലും ഒരാള് ഒന്ന് വായിക്കാവോ? ഓരോ പാരഗ്രാഫ് വായിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്തടുത്ത് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിച്ചു. കൃഷ്ണ. ഗുരുവും ദീക്ഷയും. കേവലം ഗ്രന്ഥപാരായണം കൊണ്ട് മാത്രം ആർക്കും ആത്മസാക്ഷാത്കാരം നേടാനാവില്ല. മായയുടെ പിടിയിൽ നിന്നും പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തീർച്ചയായും ഉണ്ടാകും. സ്വന്തം ശക്തിയാൽ മാത്രം ആർക്കും ഈശ്വര സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അതിനാൽ എല്ലാ ആത്മീയകാംക്ഷികൾക്കും ഒരു വിശ്വാസ്യനായ ആത്മീയ ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യം എല്ലാ വൈദിക ശാസ്ത്രങ്ങളും ഊന്നിപ്പറയുന്നു. അടുത്ത പാരഗ്രാഫ് വായിക്കണോ? പറഞ്ഞിട്ട് അടുത്തടുത്ത് പോയാൽ മതി. അപ്പോ ഇവിടെ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവത്ഗീത ക്ലാസ് പഠിക്കുന്നുണ്ട്. കുറച്ച് ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും ഗ്രന്ഥം നേരിട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കില്ല ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് അവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതിലും വ്യത്യാസമുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ആധ്യാത്മിക പഠിക്കണമെങ്കിൽ നമുക്കൊരു ആധ്യാത്മിക ഗുരുവിനെ ആവശ്യമുണ്ട് എന്ന് പറയുക. അപ്പോൾ അത് രണ്ട് ഗുരുക്കൾ തന്നെ നമുക്ക് 3 തരത്തിൽ. വർത്തമ പ്രാത്യക്ഷിക ഗുരു, അതായത് നമ്മളെ ഫസ്റ്റ് ഇസ്കോണിൽ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക പ്രസ്ഥാനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഉണ്ടാവും. അതായത് ഒരാൾ ഇവിടെ ഒരു സത്സംഗം നടക്കുന്നു, അവിടെ പോകൂ എന്ന് പറഞ്ഞു തന്ന വ്യക്തി, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ക്ലാസ്സിനെ കണക്ട് ചെയ്യാം, അവിടെ ഒരു ക്ലാസ് നടക്കുന്നു നിങ്ങൾ വന്ന് പഠിക്കൂ എന്ന് നമ്മളെ ഒരു മാർഗം കാണിച്ചു തന്നു. അവരും നമ്മുടെ ആധ്യാത്മിക ഗുരുവാണ്. കാരണം ആ മാർഗം കാണിച്ചു തന്നത് കൊണ്ടാണ് നമ്മൾ ആധ്യാത്മികത്തിൽ വന്നതും അത് പഠിച്ചതും. അപ്പൊ ആ വ്യക്തിയും ഗുരുസ്ഥാനമാണ്. പക്ഷെ അവർക്ക് അത്രയും പ്രാധാന്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രം കാണിച്ചു തന്നു. പക്ഷെ അവർ ഡയറക്ഷൻ കാണിച്ചു തന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് അറിയില്ലായിരിക്കും. അപ്പൊ അവരും എന്താണ്, ഒരു ഗുരുവിടെ ഒരു ക്വാളിറ്റി ഉണ്ട്, അവരെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ. കാരണം അവർ കാണിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് കൃഷ്ണാബോധം വന്നു കാണില്ലല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ശിക്ഷാഗുരു. ശിക്ഷാഗുരു എന്ന് പറയുമ്പോൾ ഒരാള് ആ പ്രഭുപാദ് എന്താണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് അതേപടി നമുക്ക് പഠിപ്പിച്ചു തരും അവര്. അപ്പൊ നമുക്ക് സംശയങ്ങളുള്ളതെല്ലാം അദ്ദേഹം പഠിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ സംശയങ്ങളും തീർത്തു തരും. അത് ശിക്ഷാഗുരു എന്ന് പറയാം. പക്ഷെ ഇതെല്ലാം ഈ നമ്മുടെ ഈ ശിക്ഷാഗുരു ആരെയെന്നാ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന്റെ പുസ്തകത്തിൽ നിന്നായിരിക്കും പഠിച്ചത്. അപ്പൊ അദ്ദേഹവും ഗുരുവാണ്. അദ്ദേഹം പരം ശിക്ഷാഗുരു എന്ന് പറയും. ഇദ്ദേഹം ശിക്ഷാഗുരുവാണെങ്കിൽ അദ്ദേഹം പരം ശിക്ഷാഗുരുവാണ്. ഈ പരം ശിക്ഷാഗുരു എന്നാണ് എല്ലാവരും, ഇപ്പൊ നമ്മളെ ഒരു ആധ്യാത്മിക സ്പിരിച്വൽ മാസ്റ്ററിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കും, ഈ പരം ശിക്ഷാഗുരുയുടെ ശിഷ്യനായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് 3ാമത്തെ ഗുരു എന്ന് വെച്ചാൽ പരം ശിക്ഷാഗുരു. അപ്പൊ പ്രഭുപാദിന്റെ പുസ്തകങ്ങളാണ് പഠിക്കുന്നത്. പ്രഭുപാദിൽ നിന്നാണ് നമ്മൾ പല ലെക്ചേഴ്സ് കേട്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രഭുപാദ് തന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഒരാൾ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇദ്ദേഹം പരം ശിക്ഷാഗുരു. ഇനി അടുത്ത് ദീക്ഷാഗുരു. ദീക്ഷാഗുരുയുടെ റോള് വേറെയാണ്. ദീക്ഷാഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീക്ഷ തരും. ദീക്ഷ തരും എന്ന് വെച്ചാൽ ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ്സ്, നമ്മളെ ഗുരു പരമ്പരയുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ദീക്ഷാഗുരു എന്ന് പറയുന്നത്. ആ ഗുരു ഇല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. ഇലക്ട്രിസിറ്റി പോലെയാണ്. ഇലക്ട്രിസിറ്റി ഒരാൾക്ക് ഷോക്ക് അടിച്ചു കൊടുത്താൽ അവർ മൊത്തവും ഷോക്ക് അടിക്കും, ആര് തൊട്ടാലും അവർക്ക് ഷോക്ക് അടിക്കും. അതുപോലെ ഈ ഒരു കണക്ഷൻ തരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ദീക്ഷാഗുരുവാണ്. ദീക്ഷാഗുരുവിന് കർമ്മം സ്വീകരിക്കാൻ സാധിക്കും. നമ്മളെ കർമ്മം അവർക്ക് എടുക്കാൻ പറ്റും. ഹോൾ ലൈഫ് ടൈം, ഈ ലൈഫ് ടൈം ഉള്ള നമ്മുടെ മുഴുവൻ കർമ്മവും ആരെടുക്കും? ആ ദീക്ഷാഗുരു സ്വീകരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ഇമ്പോർട്ടൻസ്. ഈവൻ പരം ശിക്ഷാ ഗുരുവിനേക്കാളും ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ദീക്ഷാഗുരുവിന് കൊടുക്കും. എന്നാൽ പരം ശിക്ഷാഗുരുയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം.
പ്രഭുപാദിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ശാസ്ത്രവും നേരിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കും, പക്ഷെ അതായിരിക്കില്ല. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു കാര്യം എടുക്കുമ്പോൾ അതിന് തെറ്റായ രീതിയിലായിരിക്കും അത് പോവുക. അപ്പോൾ ഒരു റിയലൈസ് ചെയ്ത ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ഉണ്ടാവും, അവർക്കറിയാം ഇതിങ്ങനെ നടക്കില്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല, അഥവാ ചെയ്താലും അതിന്റെ റിസൾട്ട് വേറെയായിരിക്കും. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആർക്കറിയാം? ഈ ഗുരുവിന് അറിയാം. ചിലപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല ഇതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ബ്രഹ്മാവ് എന്താ ഉദ്ദേശിച്ചത്, നാരദമുനി എന്താ ഉദ്ദേശിച്ചത്, വ്യാസദേവൻ എന്ത് ഉദ്ദേശിച്ചതെന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ ആചാര്യൻ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഗുരു പരമ്പരയിൽ നിന്നുള്ള നോളജ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും ആധ്യാത്മിക ഗുരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തി ഒരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടിയ വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്? ആധ്യാത്മിക ഗുരുവിന് ഏറ്റവും ഭാഗ്യം. അത് പറയുന്നുണ്ട് ബ്രഹ്മാണ്ഡേ ബ്രഹ്മിത്തെ കോനേ ഭാഗ്യവാൻ ജീവ. ഈ ബ്രഹ്മാണ്ടത്തിൽ ആരാണ് വലിയ ഭാഗ്യവാൻ ജീവനിൽ വെച്ചിട്ടെന്ന് ചോദിക്കും. അപ്പോൾ ഗുരു കൃഷ്ണ പ്രസാദേബായ് ഭക്തി ലതാ ബീജ്, ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും പ്രസാദം, ആ അനുഗ്രഹം നേടിയ വ്യക്തിയാണ് ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പാരഗ്രാഫ് ആയിരിക്കാം. കൃഷ്ണ. വായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദർ പറയുന്നു, ആത്മീയ ഗുരു ഒരുവിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വഴികാട്ടുന്നു. ഇത്തരം നിർദ്ദേശങ്ങൾ നൽകണമെങ്കിൽ ആത്മീയ ഗുരു പരിപൂർണനായ ഒരു വ്യക്തി ആയിരിക്കണം. അല്ലാത്ത പക്ഷം എങ്ങനെ വഴികാട്ടുവാൻ കഴിയും? ആത്മീയ ഗുരുവിന്റെ ആജ്ഞകളെ അവഗണിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ഗുരുവിന്റെ ആജ്ഞ പ്രകാരം ഒരുവന് തെറ്റുകൾ ചെയ്യേണ്ടി വരാത്ത വിധമുള്ള ഒരു ആത്മീയ ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. തെറ്റായ ഒരു വ്യക്തിയെ നിങ്ങൾ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും അദ്ദേഹം നിങ്ങളെ തെറ്റായി നയിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതവും നശിച്ചു പോകും. അതിനാൽ ആരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിലാണോ നിങ്ങളുടെ ജീവിതം പരിപൂർണമാക്കാൻ കഴിയുന്നത്, അത്തരം ഒരു വ്യക്തിയെ വേണം ആത്മീയ ഗുരുവായി സ്വീകരിക്കാൻ. ഇതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഇത് വെറും ഔപചാരികമല്ല, മറിച്ച് ഒരു മഹത്തായ ചുമതലയാണ്. ശ്രീല പ്രഭുപാദ ലീലാമൃതം തൽസ്വരൂപ ദാസഗോസ്വാമി പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ആധ്യാത്മിക ഗുരു ഒരു പരിപൂർണനായ വ്യക്തിയായിരിക്കണം. അതായത് ആ വ്യക്തി സ്ക്രിപ്ചർ, വേദം, ശാസ്ത്രങ്ങൾ നന്നായിട്ട് പഠിച്ച വ്യക്തിയായിരിക്കണം, ഭഗവാനെ നന്നായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇനി അദ്ദേഹം ശരിയായ മാർഗം സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റായിട്ടാണ് നമ്മളെ വഴി നടത്തി കൊണ്ടുപോകുമെങ്കിൽ നമ്മളും തെറ്റായ മാർഗത്തിലായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ഭഗവാനിലോട്ട് എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭുപാദ് പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്മാൻ ആണെന്ന് പറയും. പ്രഭുപാദ് ഒരുപാട് ഭാഗത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ മറക്കരുത്. നമ്മളും ഇത് ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും വ്യാഖ്യാനിച്ച് പോകരുത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് പറയാണ് ഒരാൾ ഒരു ക്ലാസ് എടുക്കുവോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള നമുക്കായിട്ട് തോന്നിയിട്ടുള്ള എക്സാമ്പിൾ പറയുക, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് പോവുക, അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി കൃഷ്ണൻ തന്നിട്ടുണ്ട്. പിന്നെ ആചാര്യാസ് വളരെ വ്യക്തമായിട്ട് ഒരു പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ പുതിയതായിട്ട് ഈവൻ ഒരു കഥ പോലെ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം അതിലൊക്കെ തെറ്റുണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്തു അതിലൊക്കെ തെറ്റുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആചാര്യസ് പറയുന്നതിനെ കേൾക്കുക, നോട്ടെടുക്കുക, അതങ്ങനെ കൊണ്ടുപോയി അപ്പുറത്ത് കൊടുത്താൽ മതി. അതിൽ പെർഫെക്റ്റ് ആയിരിക്കും, അതിൽ തെറ്റില്ല. ഇനി ചോദിച്ചാലും പറയാൻ ഞാൻ പറഞ്ഞതല്ല, ആചാര്യസ് പറഞ്ഞതാണ്, അവിടെ നിന്നാണ് ഞാൻ എടുത്ത് പറയും. അപ്പൊ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് തെറ്റുണ്ടാവില്ല. അവിടെ പ്രഭുപാദും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രഭുപാദിന്റെ പുസ്തകത്തിൽ നമ്മൾ പറയും പ്രഭുപാദിന്റെ കമന്ററി ആണെന്ന് പറയാറുണ്ട്. പക്ഷെ പ്രഭുപാദ് ഒന്നും സ്വന്തമായിട്ട് എഴുതിയിട്ടില്ല. പ്രഭുപാദ് എന്താ ചെയ്ത്, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞത്
അല്ലെങ്കിൽ ബലദേവ വിദ്യാഭൂഷൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മാസ്റ്റർ ഭക്തി സിദ്ധാന്ത മഹാരാജ് പറയുന്നത്, ഇതെല്ലാം രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഒക്കെ പറയുന്ന കാര്യത്തിന് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷ്. എന്നിട്ട് കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില എക്സാമ്പിൾ തന്നു, അത്രേ ചെയ്തു. പ്രഭുപാദ് വേറെ ഒന്നുമേ മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അതിന് അത്ര പെർഫെക്ഷൻ ഉള്ളത്. ആ പുസ്തകത്തിനകത്ത് ഒരു തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പ്രഭുപാദ് പറയുന്നത് മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രഭുപാദ് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തിൽ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാനും പറ്റും നമുക്കത് വായിക്കും. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്, തെറ്റ് പ്രവർത്തിക്കുന്ന ഒരു ഗുരുവിൻ്റെ, ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്ത് പോയാൽ നമ്മളും തെറ്റായ മാർഗം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആധ്യാത്മിക ഗുരു എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒരു ദീക്ഷ മേടിക്കണമെങ്കിൽ കണ്ണുടച്ചിട്ട് പ്രഭു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ദീക്ഷ എടുക്കാം, അങ്ങനെ എടുക്കണ്ട. അല്ലെങ്കിൽ അവരെല്ലാവരും എടുത്തു അതുകൊണ്ട് ഞാനും ദീക്ഷ എടുക്കാം, അതും എടുക്കണ്ട. നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ്, ഒന്നും ശാസ്ത്രത്തിനെ വിട്ടു പറയുന്നില്ല, കറക്റ്റായിട്ട് അതേപോലെ സംസാരിക്കുന്നു, ആ വിശ്വാസം നമുക്ക് വേണം. അദ്ദേഹം ജീവിതത്തിൽ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസമാണ്. അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിച്ചു, എന്നെയും രക്ഷിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ദീക്ഷ എടുക്കാം. ദീക്ഷ എടുക്കാൻ പർട്ടിക്കുലറായിട്ട് ഇന്ന വ്യക്തിയുടെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഹൃദയ സമർപ്പണം, നമുക്ക് ആരാണോ ഇഷ്ടപ്പെടുന്നത്, ഇവരെന്നെ ആധ്യാത്മികത്തിൽ സഹായിക്കും എന്നുള്ള ബോധം വന്നാൽ ആ ദീക്ഷാ ഗുരുവിൻ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് റെഗുലറായിട്ട് വായിച്ചാൽ മതി. സഞ്ജീവി മാതാജി വായിക്കണമെങ്കിൽ വായിച്ചോളൂ, വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ വർത്തിക്കുന്നവരും പ്രസ്ഥാനത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് ദീക്ഷ നൽകാൻ അംഗീകാരം നൽകപ്പെട്ടിട്ടുള്ളവരുമായ ശ്രീല പ്രഭുപാദരുടെ ഏതൊരു ശിഷ്യനെയും സമീപിച്ച് ദീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അടുത്തത് വായിച്ചോളൂ. നല്ല രീതിയിൽ വർത്തിക്കുന്നവൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യമനിയമങ്ങൾ കർശനമായി പാലിക്കുക, നിത്യേന 16 മാലകൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, പ്രഭാതത്തിൽ ഉണർന്ന ക്ഷേത്ര പരിപാടികളിൽ പങ്കെടുക്കുക, ഭക്തിയുത സേവനത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക, കൃഷ്ണാവബോധ തത്വങ്ങളിൽ വിശ്വാസം പുലർത്തുക, GBCയാൽ അംഗീകരിക്കപ്പെട്ട ഇസ്കോണിൽ സേവനങ്ങൾ അനുഷ്ഠിക്കുക എന്നിവയാണ്. വായിക്കട്ടെ പ്രഭു? മതി, ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്നത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് കൃഷ്ണാബോധം നന്നായിട്ട് സ്പ്രെഡായി തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ തന്നെ പോയിട്ട് ദീക്ഷ എടുക്കണം നിർബന്ധമില്ല നമുക്ക്. അപ്പോൾ ആ ഗുരു നമ്മളെ സഹായിക്കും എന്നുള്ള ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി ആ ഗുരുവും ഇതിൽ പറയുന്നത് പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരിക്കണം. എങ്ങനെയാണ്? അവരുടെ സാധനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നമ്മളും അതുപോലെ ആ സാധനങ്ങളെല്ലാം ചെയ്യാൻ കെൽപ്പുള്ള വ്യക്തിയായിരിക്കാം. എങ്കിൽ മാത്രമേ ആ ഗുരുവും ആ ശിഷ്യനും കറക്റ്റ് ആകൂ. ഇവർക്ക് രണ്ടുപേർക്കും ഭഗവാനിൽ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 16 മാല ജപം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഹാമന്ത്രം ജപിക്കുക എന്ന് പറയാണ്. അതും പ്രഭാതത്തിൽ ഏറ്റവും ഏർലി മോർണിംഗ് എണീറ്റ് ജപിക്കുന്നതാണ് സ്പിരിച്വലിന് നല്ല സമയം എന്ന് പറയുന്നത്. ആരാണോ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് അവരുടെ പ്രോഗ്രസ് കൂടുതലായിരിക്കും. ചിലര് ചെയ്യാറുണ്ടാവും, നമ്മളെല്ലാവരും ഇങ്ങനെ 16 മാലയും ജപിക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രോഗ്രസ്സിനും ഏർലി മോർണിംഗ് എണീറ്റ് ജപിക്കുന്നതിൻ്റെ പ്രോഗ്രസ്സിനും വ്യത്യാസം ഉണ്ടാവും. ഡെഫിനറ്റായിട്ട് അതിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ കോൺഷ്യസ്നെസ്സും അവരുടെ സേവനവും എല്ലാം നന്നായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാക്സിമം ഏർലി മോർണിംഗ് എണീറ്റ് ജപിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഭക്തിയുത സേവനം, അതിൽ നിന്ന് ഒരിക്കലും ആ സേവനം വിട്ടുപോകരുത്, വ്യതിചലിച്ചു പോകരുത്. ഭക്തിയുത സേവനത്തിൽ എങ്ങനെ ചുറ്റിത്തിരിഞ്ഞു വന്നാലും ശരി തന്നെ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കണം നമ്മൾ. അപ്പോൾ ദീക്ഷ എടുക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ എപ്പോഴും ഒന്നുപോലെ ആയിരിക്കില്ല, ഫേവറബിൾ ആയിരിക്കില്ല.
നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ വീട്ടിലെല്ലാവരും തടസ്സപ്പെടുത്താം, ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകാം, നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും മറ്റുള്ളവരുടെ പ്രയാസം കാരണം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. എല്ലാവരുടെ ലൈഫിലും ഏതെങ്കിലും തരത്തിലുണ്ടാകും ഈ പ്രയാസങ്ങൾ, കാരണം ഭൗതിക ലോകമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലെല്ലാം വിട്ടുകൊടുക്കാതെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യും. കാരണം ഏത് സാഹചര്യമായിരുന്നാലും നമ്മൾ ആഹാരം കഴിക്കാതിരിക്കില്ല. ഒരാൾ മരിച്ചു കിടന്നാലും നമ്മൾ എന്ത് ചെയ്യും? അയ്യോ മരിച്ചു പോയി, ഇന്നും മുഴുവൻ നേരം പട്ടിണി കിടക്കില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, പിന്നെ അപ്പുറത്ത് പോയിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. കാരണം എന്തുകൊണ്ട്? നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തളർന്നു പോകും, വീണു പോകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിൽ കൊറോണ വന്നാലും ശരി തന്നെ, ആ കഴിച്ചാൽ വയറ്റിനകത്ത് കൊറോണ പോകുമെന്ന് അറിയാം, എന്നിരുന്നാലും ഡോക്ടർമാർ കഴിക്കാതിരിക്കുമോ? അതിൻ്റെ ഇടയ്ക്ക് പുതിയ എങ്ങനെയെങ്കിലും സാഹചര്യം കണ്ടുപിടിച്ച് കഴുകി അത് കഴുകി അവർ കഴിക്കും. എന്തുകൊണ്ട്? കഴിക്കാതെ അവർക്ക് അടുത്ത ആൾക്ക് സേവനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് നല്ല ഉറപ്പുണ്ട്, എന്താണ്? നമ്മുടെ ശരീരത്തിനെ നിലനിർത്തണം. പക്ഷെ മനസ്സിനെ നമുക്ക് നിലനിർത്തണം എന്നുള്ള ബോധം നമുക്കില്ല. മനസ്സാണ് എല്ലാത്തിനും കാരണം. കൃഷ്ണ അവബോധം, അതിനെ നിലനിർത്തണം എന്നുള്ള ബോധം നമുക്ക് വരുന്നില്ല. അത് വരുന്ന വ്യക്തികള് അതേപോലെ കൃഷ്ണാബോധം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും, വിട്ടുകൊടുക്കില്ല. ഡെയിലി വായിക്കേണ്ടത് വായിച്ചോളും, ജപിക്കേണ്ടത് ജപിച്ചോളും, അമ്പലത്തിൽ പോകണമെങ്കിൽ പൊക്കോളും, സേവനം ചെയ്യേണ്ടത് ചെയ്തോളും, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, ഇങ്ങനെ ആൾക്കാരെ കണ്ട് പ്രചരണം ചെയ്യും, ആൾക്കാർക്ക് കൃഷ്ണാബോധം പഠിപ്പിച്ചു കൊടുക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പാരഗ്രാഫായി മതജിനെ വായിച്ചോളൂ. സഞ്ജീവനി മാതാജി ഉണ്ടോ? ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വായിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കണോ? വായിക്കുന്നത് ഹരേ കൃഷ്ണ. ഹരിഭക്തി വിലാസം അനുസരിച്ച് കൃഷ്ണഭക്തി നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അംഗീകരിക്കപ്പെട്ട ഒരു ഭക്തനിൽ നിന്നും കുറഞ്ഞത് 1 വർഷമെങ്കിലും പതിവായി കൃഷ്ണനെ കുറിച്ച് ശ്രവിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ സേവനവും അന്വേഷണവും വഴി ഒരു ഗുരു ശിഷ്യ ബന്ധം ഉരുത്തിരിയുന്നു. അതിനുശേഷം ശിഷ്യന് വിശ്വാസം വന്നാൽ, ഇതാ എന്നെ കൃഷ്ണനിലെത്തിക്കുവാൻ കഴിവുള്ള ഒരു ആചാര്യൻ, അദ്ദേഹത്തെ ഞാൻ ശരണം പ്രാപിക്കാം. ആ ഗുരുവിനെ സമീപിച്ച് തന്നെ സ്വീകരിക്കുവാനായി അപേക്ഷിക്കുകയും ദീക്ഷ വരിക്കുകയും ചെയ്യാം. ഇസ്കോണിലെ ദീക്ഷാ നടപടികൾ ശാസ്ത്രങ്ങൾക്ക് അനുയോജ്യമായി മാത്രമല്ല, പ്രചരണത്തിനായി ധാരാളം സഞ്ചരിക്കുകയും ചുമതലകൾ വഹിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാരടങ്ങിയ ബൃഹത്തായ ഒരു സംഘടനയ്ക്ക് യോജിച്ച രീതിയിലുമാണ്. ധൃതിയിൽ ആലോചന കൂടാതെയുള്ള ദീക്ഷയ്ക്കെതിരെ ശാസ്ത്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ഗുരുവിനെയും ശിഷ്യനെയും സംരക്ഷിക്കുന്നതിനായി നിയന്ത്രണങ്ങളും പരിശോധനകളും അടങ്ങിയ ഒരു വ്യവസ്ഥ ആവശ്യമായി വരുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഇനി വായിക്കണോ? ഇത് പറഞ്ഞിട്ട് മതി. അപ്പോ ഇവിടെ പറയുന്നു, നമ്മൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവിടെ പോയാൽ പെട്ടെന്ന് ദീക്ഷ കിട്ടും, അങ്ങനെയൊന്നും പോകരുത്. കാരണം ദീക്ഷ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിനിമം 1 വർഷമെങ്കിലും എടുക്കണം. എന്തിനാണ്? ഈ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ. പക്ഷെ നമ്മളിപ്പം കൃഷ്ണസേവ, കൃഷ്ണസാധക്, പ്രഭുപാദാശ്രയ, ഗുരു ആശ്രയ, അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇത് ദീക്ഷ എടുക്കാനുള്ളതല്ല. ഇതെല്ലാം നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു പോകുന്നു എന്ന് നമ്മുടെ ശിക്ഷാഗുരുവിനെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ കൃഷ്ണസേവകന് 4 മാല, പ്രഭു ഞാൻ 4 മാല കൃത്യമായിട്ട് ജപിക്കുന്നുണ്ട്, ഞാൻ ഈ 2 ബുക്കുകളെല്ലാം വായിച്ചു എന്ന് നമ്മുടെ ശിക്ഷാഗുരുവിനെ നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പൊ കൃഷ്ണസേവക്കായി, കൃഷ്ണസാധക്കായി, പിന്നെ പ്രഭുപാദാശ്രയ, ഓക്കെ ഞാൻ പ്രഭു ഇപ്പൊ 16 മാല ജപിക്കുന്നുണ്ട്, പക്ഷെ 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ പറയാ, പൂജ വീട്ടിൽ ചെറിയ രീതിയിൽ നിവേദ്യമൊക്കെ ചെയ്തു തുടങ്ങി എന്ന് പറയുമ്പോൾ ആ പ്രഭുവിന് മനസ്സിലാകും, ഓക്കെ ഇവര് ക്വാളിഫൈഡ് ആയിട്ട് വരികയാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട്. അപ്പോൾ ആ പ്രഭുവിന് വിശ്വാസമായി നമ്മളെടുത്ത്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയാണ്, പ്രഭു എനിക്ക് ദീക്ഷ എടുക്കണം. അപ്പോൾ ആ പ്രഭു റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗുരു ആശ്രയ എടുക്കൂ. ഇതാണ് ഇവിടെ പറയുന്നത്. ഗുരു ആശ്രയ എന്തിനാ എടുക്കാൻ പ്രേമിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഗുരുവിനെ സെലക്ട് ചെയ്യണം.
ഈ ഗുരുവിൽ നിന്ന് ഞാൻ ദീക്ഷ എടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഗുരുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ ഗുരു ആശ്രയം എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. അവിടെ 16 മാല ജപിക്കണം, 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് സേവനം ചെയ്യണം, പുസ്തക വിതരണം ചെയ്യണം, നമ്മൾ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഡെയിലി കൃഷ്ണപ്രസാദം തന്നെ കഴിക്കുന്നു എന്ന് നിർബന്ധം വരുത്തുക. നമുക്ക് അത് മനസ്സിലാക്കുക. അത് പറ്റാത്ത സാഹചര്യം ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ എല്ലാം എഴുതി ബേസിക് ഫിലോസഫി, ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം, കർമ്മ എന്താണ്. ചിലപ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പഠിക്കാണ് ശ്രീമദ് ഭഗവത്ഗീതയില്. കർമ്മ എങ്ങനെയാ പ്രവർത്തിക്കുന്നു, ആരുടെ നിയന്ത്രണത്തിലാണ്, ഈ കർമ്മ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്, ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത പാവമാണ്. അപ്പൊ ഈ കർമ്മത്തിനെ എങ്ങനെ എനിക്ക് തീർക്കാൻ സാധിക്കും, ഈ ഫിലോസഫി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഗുരു ആശ്രയിക്ക് പോകുമ്പോൾ നമുക്ക് ബേസിക് ഫിലോസഫി അറിയാം, ഗുരു ആരാണെന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ദീക്ഷ എടുക്കാൻ ഗുരു ആശ്രയം എടുക്കും. അപ്പൊ ആ പ്രഭു എന്ത് ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് ഗുരു മഹാരാജിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഇവരെല്ലാം ഷെൽട്ടർ, ഗുരു മഹാരാജിന്റെ ആശ്രയം സ്വീകരിക്കാൻ റെഡിയായ വ്യക്തികളാണ്. അപ്പൊ ഗുരു മഹാരാജും അനുഗ്രഹം കൊടുക്കും. ഓക്കെ, അവര് ആയിക്കോട്ടെ, അവരൊരു 6 മാസം വരെ എന്നെ കുറിച്ച് മനസ്സിലാക്കിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് അവർ ദീക്ഷ എടുത്താൽ മതി എന്ന് ഗുരുയുടെ ബ്ലെസ്സിങ്സ്. അത് ആ 6 മാസ ടൈമില് ഈ ഗുരു എനിക്ക് പറ്റില്ല, ഇദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് വിശ്വാസം വരുന്നില്ല, അല്ലെങ്കിൽ ഈ ഗുരു എന്നെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ഗുരു കാണിക്കുന്നതെല്ലാം ശരിയല്ല, കാരണം വേദത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, എങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. പക്ഷെ ആ ഗുരു പരമ്പരയിൽ വരുന്ന ഗുരുവാണ്, വേദത്തിൽ നിന്ന് ഒന്നും വിട്ടു പറയുന്നില്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഗുരുവിടെ ദീക്ഷ എടുത്തവരെല്ലാം നല്ല രീതിയിൽ കൃഷ്ണാബോധം പ്രചരണം ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഉറപ്പ് വന്നാൽ ആ ഗുരുവിൻ്റെ തന്നെ എടുക്കണം. അപ്പൊ അങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കിക്കൊണ്ട് എടുത്താൽ മതി എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞത്. ശാസ്ത്രത്തിൽ ചുമ്മാ കണ്ണടച്ചിട്ട് ഇവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദീക്ഷ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമുക്ക് എന്താ ചെയ്യാം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ ഗുരുവിനും ശരി ശിഷ്യന്മാർക്കും ശരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. ഗുരുവിനും GBC, ഗവർണിംഗ് ബോഡി കമ്മീഷൻ, അതായത് ശാസ്ത്രം അനുസരിച്ച് പ്രഭുപാദ് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം, ഇത് വിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇത് ശാസ്ത്രത്തിന് വിരുദ്ധമായ പ്രവർത്തനമാണെങ്കിൽ GBC ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഗുരുവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, വാർണിംഗ് കൊടുക്കും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 or 2 വാർണിംഗ് കൊടുത്തിട്ട് ആ ഗുരു കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗുരു സന്യാസി മിനിസ്ട്രി അല്ലെങ്കിൽ ഗുരുയുടെ മിനിസ്ട്രിയിൽ നിന്ന് അവരെ പുറത്താക്കും. ഇത് വളരെ ചിട്ടയോടെ, എന്തുകൊണ്ടാണ് ലോകത്തിൽ വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ പ്രസ്ഥാനം കാരണം ആരും തെറ്റായ വഴിയിൽ പോകരുത്, ബാക്കിയുള്ളവരും ഈ തെറ്റായ മാർഗം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ വളരെ ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്, മനസ്സിലാക്കി തന്നെ എടുത്താണ് ദീക്ഷ. അടുത്തത് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഇസ്കോൺ ഭക്തന്മാരുമായി സമ്പർക്കത്തിൽ വന്നതിന് ശേഷം ഗൗരവമായി കൃഷ്ണാവബോധം സ്വീകരിക്കുവാനുള്ള ദിവ്യമായ പ്രചോദനം ലഭിച്ച ഒരു വ്യക്തിയോട് ആദ്യം ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ആവശ്യപ്പെടുന്നു. ശ്രീല പ്രഭുപാദരാണ് എല്ലാ ഇസ്കോൺ അംഗങ്ങൾക്കുമുള്ള പ്രധാന ശിക്ഷാഗുരുവും ആചാര്യനും. നവാഗതരായ ഭക്തന്മാരെ തങ്ങളുടെ ഗുരുപൂജ അദ്ദേഹത്തിനായി സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോഴോ ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുമ്പോഴോ അവർ ശ്രീല പ്രഭുപാദ പ്രണാമ മന്ത്രം ചൊല്ലുന്നു. 6 മാസക്കാലമെങ്കിലും കൃഷ്ണാവബോധ തത്വങ്ങൾ നിത്യേന 16 മാലകൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും 4 യമനിയമങ്ങളും പാലിച്ചതിന് ശേഷം ഭക്തന് ഒരു ഇസ്കോൺ ദീക്ഷാ ഗുരുവിനെ സമീപിച്ച് ഔപചാരികമായി ദീക്ഷ സ്വീകരിക്കാം. ഇനി വായിക്കണോ പ്രഭുജി? ഒരു ഗുരുവിനെ സമീപിക്കുന്നത് യാന്ത്രികമായി ആകരുത്, മറിച്ച് വിശ്വാസത്തോടും ജ്ഞാനത്തോടും കൂടിയാവണം. ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് വഴിയും ഉയർന്ന ഭക്തന്മാരുമായുള്ള ചർച്ചകൾ വഴിയും ഒരു വിശ്വാസ്യനായ ആത്മീയ ഗുരുവിന്റെ യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോ ഇവിടെ പ്രഭുപാദിനെ കുറിച്ച്
മനസ്സിലാക്കുകയും പ്രഭുപാദിന്റെ നിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഒരു ശിക്ഷാഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തി നമ്മളിൽ അറിയിക്കും, ഇങ്ങനെ ചെയ്യണം. അതുമാത്രമല്ല, എപ്പോഴും നമുക്ക് നമുക്ക് ആധ്യാത്മിക ഗുരുയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ കൃഷ്ണനിലോട്ട് എത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മളൊരു പ്രയർ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഓഫറിങ് കൊടുക്കണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് കൃഷ്ണന് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. നേരിട്ട് കൊടുത്താൽ കൃഷ്ണനിൽ എത്തുകയുമില്ല. ചിലർ വിചാരിക്കും, എന്തിനാ ഒരു ഒരു മീഡിയേറ്റർ എന്തിനാണ്, ഞാൻ നേരിട്ട് കൊടുക്കും കൃഷ്ണന്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അത്ര ക്വാളിറ്റി ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഗുരു പരമ്പരയിൽ കൂടെ നമ്മളൊരു നിവേദ്യം കൊടുക്കും. നമ്മളൊരു വസ്ത്രം എടുത്തു ഭഗവാൻ സമർപ്പിക്കണമെങ്കിൽ നേരിട്ട് സമർപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഗുരുവിന്റെ കൂടെ ഗുരുവിനെ പ്രാർത്ഥന ചെയ്തിട്ട് ഗുരുമന്ത്രം ജപിച്ച്, പരംഗുരുയുടെ മന്ത്രം ജപിച്ച്, അതിൽ കൂടെ രാധാറാണിയുടെ മന്ത്രം ജപിച്ച് അതുകൂടെ കൃഷ്ണന് സമർപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. സ്ട്രൈറ്റ് ആയിട്ട് കൃഷ്ണ മന്ത്രം ജപിച്ച് നമുക്ക് നിവേദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ആധ്യാത്മിക ഗുരു ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ ആരുടെ നാമം ജപിച്ചാൽ മതി? പ്രഭുപാദിന്റെ മന്ത്രം ജപിച്ചാൽ മതി. ഇവിടെ എത്ര പേർക്ക് അറിയുന്നറിയില്ല. എത്ര പേർക്ക് അറിയാം? നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിധിനാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശക്കാരനെ. ഈ മന്ത്രം എത്ര പേർക്ക് അറിയാം? ഹാൻഡ് റൈസ് ചെയ്യാം. അതറിയാം, അത് പാടിയിട്ട് അത് ചൊല്ലിയിട്ടല്ലേ ഹരേ കൃഷ്ണ മഹാമന്ത്രം തുടങ്ങുന്നത്, അതറിയാം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പോ ഈ മന്ത്രം എവിടെയൊക്കെയാണ് ജപിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യം ഭഗവാനെ നമസ്കരിക്കുമ്പോൾ പ്രഭുപാദിന്റെ മന്ത്രം ജപിക്കണം. നേരെ പോയി കൃഷ്ണ എന്നല്ല വിളേണ്ടത്, ഈ മന്ത്രം ജപിക്കണം എന്നുള്ളതാണ്. നിവേദ്യം കൊടുക്കുമ്പോൾ നമുക്ക് ഗുരു കിട്ടാത്തത് കൊണ്ട് ഗുരുമന്ത്രം വേണ്ട, പ്രഭുപാദിന്റെ മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക, ചൈതന്യ മഹാപ്രഭുയുടെ മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക, കൃഷ്ണ മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക. ഇങ്ങനെ നമ്മൾ ജപിച്ചിട്ട് നമുക്ക് നിവേദ്യം കൊടുക്കാം. അപ്പോ എല്ലാത്തിനും ആരെയാണ് നമ്മളൊരു പ്രാർത്ഥന, ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പൊ ഗുരു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രഭുപാദിന്റെ മന്ത്രം ജപിച്ചാൽ മതിയാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ പ്രഭുപാദിന്റെ പ്രണാമ മന്ത്രം ചൊല്ലിക്കൊണ്ടായിരിക്കും ഓരോ കാര്യവും ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നത് പോലെ യമനിയമങ്ങൾ 16 മാല ജപിക്കുക, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ചെയ്യുക, ഇതെല്ലാം ഫോളോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു മെക്കാനിക്കൽ പ്രോസസ് ആകരുത്. എന്താണ്? വിശ്വാസത്തോട് ചെയ്യണം. ഈ ഗുരു എന്നെ സഹായിക്കും. ഇനി ആ പ്രഭുപാദിന്റെ പുസ്തകം വായിക്കുന്നതിൽ കൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം പ്രഭുപാദിന്റെ പുസ്തകത്തിലെ പല സ്ഥലത്തും ആധ്യാത്മിക ഗുരുവിന്റെ ക്വാളിറ്റീസ് പ്രഭുപാദ് ശ്രീമദ് ഭാഗവതത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്കായിട്ട് കലിയുഗത്തിൽ പ്രത്യേകിച്ച് പറ്റിക്കുന്ന ആധ്യാത്മിക ഗുരുക്കൾ ഒരുപാട് പേരുണ്ടാവും. പറ്റിക്കുന്ന ഗുരുക്കൾ കാരണം അവര് പ്രസക്തിക്ക് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട്, എന്താ പറയുക, ഇങ്ങനെ എന്തോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആധ്യാത്മിക ഗുരുവായിട്ട് വരികയും അവര് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യില്ല. അവർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ശിഷ്യന്മാർക്കൊന്നും പഠിപ്പിക്കില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. ശാസ്ത്രം എന്തായിരിക്കണം? കൃത്യമായിട്ട് അതിൽ പറയുന്നത് അനുസരിച്ച് തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരാൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ പുസ്തകത്തിൽ പ്രഭുപാദ് പറയുന്നത് കൊണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് മനസ്സിലാകും അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഓരോ വ്യക്തിയും താൻ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തനിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണം. ആ ഭക്തൻ ശ്രീല പ്രഭുപാദരുടെ ഒരു വിശ്വാസ്യനായ ഒരു അനുയായി ആണെന്നും തന്നെ ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നയിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണെന്നുമുള്ള തികഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കണം. ദീക്ഷാഗുരുവിൽ ഇപ്രകാരമുള്ള ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ഭക്തനെ ആ ഗുരുവിനെ ശരണം പ്രാപിക്കാം. അല്ലാത്ത പക്ഷം ഗുരുവിനെ സമീപിക്കുന്നതിനായി 6 മാസക്കാലത്തിലധികം സമയമെടുത്ത് തീരുമാനിക്കാം. ഗുരുവിനെ സ്വീകരിക്കുക എന്നത് അനേകം ജന്മങ്ങളിലൊരിക്കൽ സ്വീകരിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഒരു തീരുമാനമാണ്. ഹരേ കൃഷ്ണ. ഇസ്കോണിലെ ഏതൊരു ആചാര്യനെ ഗുരുവായി സ്വീകരിച്ചാലും അവർ ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങളായിരിക്കും നൽകുന്നത്. അതായത് അതിരാവിലെ ഉണരുക, 16 മാലകൾ ജപിക്കുക തുടങ്ങിയവ. ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഗുരു.
താൻ ദീക്ഷ സ്വീകരിക്കുവാൻ പോകുന്ന ഗുരുവിനെ കുറിച്ച് മുതിർന്ന ഭക്തന്മാരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും ദീക്ഷയ്ക്ക് മുമ്പ് ഗുരുവിനെ കുറിച്ച് വ്യക്തിപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും 6 ത്വരകളെ ഗുരു എത്രത്തോളം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും 6 സദ്ഗുണങ്ങൾ എത്രത്തോളം വളർത്തിയിട്ടുണ്ടെന്നും 6 ദോഷങ്ങളിൽ നിന്നും എത്രത്തോളം വിമുക്തനാണെന്നും ഉപദേശാമൃതത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വീക്ഷിക്കേണ്ടതാണ്. ഗുരു ശാസ്ത്രങ്ങളിൽ നിപുണനും വിരക്ത മനോഭാവമുള്ള വ്യക്തിയുമായിരിക്കണം. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രഭുപാദിനെ ഫോളോ ചെയ്യുന്ന ഒരു ഗുരുവായിരിക്കണം, ഒരു ശിഷ്യനായിരിക്കണം. ആ ശിഷ്യന്റെ നിന്നായിരിക്കണം നമ്മൾ എന്ത് എടുക്കേണ്ടത്, ഗുരുദീക്ഷ എടുക്കേണ്ടത്. കാരണം പ്രഭുപാദിനെ ഫോളോ ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സമ്പ്രദായത്തിൽ വരാത്ത വ്യക്തി എന്നായിരിക്കും. അല്ലെങ്കിൽ വേറൊരു സമ്പ്രദായത്തിൽ ആ ഗുരു പരമ്പരയിൽ വരുന്ന ആചാര്യനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യന്റെ നിന്നായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പരമ്പരയില്ലാത്ത ഒരാളെ എടുക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇസ്കോണിലായതുകൊണ്ട് നമ്മൾക്ക് എന്താണ് നോക്കേണ്ടത്, പ്രഭുപാദിനെ ഇദ്ദേഹം അതേപടി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. പിന്നെ അങ്ങനെ അദ്ദേഹം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഗുരുവാശ്രയായി എടുത്തു, ഇനി എനിക്ക് 6 മാസം സമയമുണ്ട്. ഈ 6 മാസത്തിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. കാരണം ദീക്ഷ എടുത്തതിന് ശേഷം ഗുരുവിനെ മാറ്റാനോ ഗുരുവിനെ റിജക്റ്റ് ചെയ്യാനോ പാടില്ല. അത് വലിയൊരു പാപമാണ്. അതായത് യസ്യ പ്രസാദ ഭഗവത് പ്രസാദ യസ്യ അപ്രസാദ നാ ഗതി ഗുദോബി എന്ന് പറയുന്നത്. ആരുടെ കാരുണ്യമുണ്ടോ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ആരുടെ കാരുണ്യം ഇല്ലയോ നമുക്ക് നാ ഗതി, ഒരു ഗതി ഉണ്ടാവില്ല. കുതോബി, ഈ ലോകത്ത് എവിടെയും ഒരു ഗതിയും ഉണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇനി ഗുരുവിനെ സ്വീകരിച്ചാൽ മതി. ഈ ഗുരു പ്രഭുപാദിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുക. അതിനുള്ള സമയമാണ് 6 മാസം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കറിയില്ല, ഗുരു ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഗോഡ് ബ്രദേഴ്സ്, ദീക്ഷ എടുത്ത ഭക്തന്മാരെ ഗുരുവിനെ കുറിച്ച് ചോദിച്ചറിയണം. അദ്ദേഹം എന്തൊക്കെയാ ചെയ്തത്, ഇസ്കോണിൽ എന്ത് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എത്ര ശിഷ്യന്മാരുണ്ട്, എല്ലാ കാര്യവും നമുക്ക് ചോദിച്ചറിയാം. ആരെയും ചോദിച്ചറിയാം, നമുക്ക് നമ്മുടെ ഗോഡ് ബ്രദേഴ്സ് എന്ന് ചോദിച്ചറിയാം. ഇനി ഗുരുവിടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഉപദേശാമൃതം പഠിച്ചു അല്ലെ. ഉപദേശാമൃതത്തിൽ ആദ്യത്തെ 3 ശ്ലോകത്തിൽ, അതിലും ഫസ്റ്റ് ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, വാച്ചോ വേഗം മനസ്സോ ക്രോധവേഗം എന്ന് പറഞ്ഞിട്ട്. അപ്പം സർവം അഭിമാം പൃഥ്വിംസ ശിഷ്യാത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഗുണങ്ങളെല്ലാം ഉള്ളവർക്ക് ലോകം മുഴുവനും ശിഷ്യന്മാരെ സ്വീകരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള 6 കാര്യങ്ങൾ. അപ്പൊ ഈ ക്വാളിറ്റിയൊക്കെ ആർക്കും ഉണ്ടായിരിക്കണം, ഒരു ആധ്യാത്മിക ഗുരുവിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അടുത്തതായി ഹരേ കൃഷ്ണ പ്രഭു. ശ്രീകൃഷ്ണ സേവനത്തിനായി എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഭൗതിക സുഖങ്ങളിലും ഐശ്വര്യങ്ങളിലും ആസക്തനായിരിക്കരുത്. ആത്മീയ ഗുരു കൃഷ്ണാവബോധ പ്രചരണത്തിലും ഭക്തിയുത സേവനത്തിലും എത്രത്തോളം ആസക്തനാണെന്ന് വീക്ഷിക്കേണ്ടതുണ്ട്. ഉന്നതമായ സ്ഥാനവും ധാരാളം അനുയായികളും ഉണ്ടാകുന്നത് ഗുരുവിന്റെ കൃഷ്ണാവബോധ പുരോഗതിയുടെയോ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള കഴിവിന്റെയോ മാനദണ്ഡമല്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഗുരുശിഷ്യബന്ധം വളരെ ഉദാത്തവും വ്യക്തിപരമായി ആഴമേറിയതും മഹത്തായതുമാണ്. അതിനാൽ ഒരു ഭക്തനെ ആത്മീയ ഗുരുവായും ആരാധ്യനായ മാർഗദർശിയായും തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തിപരമായ പരിഗണനകളും ആവശ്യമായി വരുന്നു. എല്ലാ ആത്മീയ ഗുരുക്കന്മാരുടെയും ശിക്ഷണങ്ങൾ സമാനമാണെങ്കിലും ഗുരു എന്ന നിലയിൽ ഓരോ ആചാര്യനും തൻ്റെതായ വ്യക്തിത്വവും സമീപനവും പുലർത്തുന്നു. ഉദാഹരണമായി, ചില ഗുരുക്കന്മാർ വളരെ കുറച്ച് ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവരെ വ്യക്തിപരമായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചിലർ ധാരാളം ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവരുടെ പരിശീലന ചുമതല മറ്റു മുതിർന്ന ഭക്തന്മാർക്ക് നൽകുകയും ചെയ്യുന്നു. ഒരു നിശ്ചിത ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുവാനായി സമ്മർദ്ദം ചെലുത്തുവാൻ പാടില്ല. ഇസ്കോണിലെ യോഗ്യനും ആധികാരികനുമായ ഏതൊരു ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ.
അപ്പോൾ ഈ ഗുരുക്കൾക്ക് ചിലപ്പം ആധ്യാത്മിക ഗുരു ആയതുകൊണ്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും. ശിഷ്യന്മാർ എപ്പോഴും ഗുരു ഗുരു എന്ന് പറയും. അദ്ദേഹത്തിന് എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കും. ഈവൻ പ്രഭുപാദ് ഉണ്ടായിരുന്നപ്പോൾ പ്രഭുപാദിനെ വിളിക്കാൻ പോകാൻ റോൾസ് റോയ് കാറൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കും, അദ്ദേഹത്തിന് പൈസ ഡൊണേഷൻ ചെയ്യും ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെ എല്ലാം ചെയ്യും. പക്ഷെ പ്രഭുപാദ് എവിടെയും സ്വന്തമായിട്ട് കിട്ടിയ കാർ ഇത് എനിക്ക് കിട്ടിയതാണ് എന്ന് പ്രഭുപാദിന്റെ മായപ്പൂരി പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ ഒരു അംബാസിഡർ കാർ മാത്രം ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. കാരണം പ്രഭുപാദ് എന്ത് കിട്ടിയാലും അതെല്ലാം കൃഷ്ണന്റെ സേവനത്തിനാണ്. പ്രഭുപാദ് ബാങ്ക് ബാലൻസ്, പ്രഭുപാദിനെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് അക്കൗണ്ട് ഇല്ല. ബാങ്ക് ബാലൻസ് എല്ലാം പ്രഭുപാദിന് ഇത്ര കോടി രൂപ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗോൾഡ് അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്നുമില്ല പ്രഭുപാദിന്. പ്രഭുപാദ് എന്താണ് പോകുമ്പോൾ പറയും ശിഷ്യന്മാരുടെ അടുത്ത്, അങ്ങോട്ട് പ്രീച്ചിങ്ങിന് പ്രഭുപാദ് ലണ്ടനിൽ പോകണം, അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു, ശരി ഞാൻ വരാം. അപ്പം വരാമെന്ന് പറഞ്ഞാൽ അവിടെ ടിക്കറ്റ് അറേഞ്ച് ചെയ്യും, പ്രസാദം അറേഞ്ച് ചെയ്ത് എല്ലാവരും അറേഞ്ച് ചെയ്യും, വസ്ത്രം കൊടുക്കും, എല്ലാം കൊടുക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് പ്രഭുപാദ് പോകും. അപ്പൊ അവർ ഡിറ്റാച്ച്ഡ് ആണ് പ്രഭുപാദ്. ഒരിക്കലും ഭൗതികമായിട്ട് അറ്റാച്ച്മെന്റ് വെച്ചിട്ടില്ല. വേണമെങ്കിൽ പ്രഭുപാദിന് ഇതെല്ലാം സ്വന്തം ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് ഭൗതികമായിട്ട് കാശ് ഉണ്ടാക്കണം, അതുകൊണ്ട് എൻ്റെ പേരിൽ കുറേ ലാൻഡ് ഉണ്ടാക്കി വെക്കണം. ഒരു ചെറിയ ഭൂമി പോലും പ്രഭുപാദിന്റെ പേരിലില്ല, എല്ലാം ഇസ്കോണിന്റെ പേരിലാണ് ഇരിക്കുന്നത്. എൻ്റെ പേരിൽ കിടക്കട്ടെ ഒരു 10-100 ഏക്കർ, 2000 ഏക്കർ, 3000 ഏക്കർ എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്ത് അമ്പലം ഉണ്ടെങ്കിലും പ്രഭുപാദിന്റെ പേരിൽ ഒന്നുമേ ഇല്ല. ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എത്ര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരുന്നിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് കൃഷ്ണന്റെ അടുത്തായിരുന്നു. അപ്പൊ അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അതൊരു എറ്റേണൽ ആയിട്ടുള്ളതാണ്. എന്നേക്കുമായിട്ട് എത്ര ജന്മം എടുത്താലും ഈ ബന്ധം നമുക്ക് മാറിയിട്ടില്ല. കൃഷ്ണനുമായിട്ട് നമുക്കൊരു എറ്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധമുണ്ട്, പക്ഷെ നമ്മൾ മറന്നുപോയി. അതേപോലെ ആധ്യാത്മിക ഗുരുവും ശിഷ്യനും എന്ന് പറയുന്നത് ഒരു വലിയൊരു ബന്ധം തന്നെയാണ്. ആ ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുരുവിനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അദ്ദേഹത്തിന് സേവനമൊക്കെ ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇസ്കോണിൽ നിറയെ ആധ്യാത്മിക ഗുരുക്കളുണ്ടാവും. അപ്പോൾ ഒരാള് ഒരു ശിഷ്യനെടുത്ത് ഒരു ഗുരുക്കളുടെ അടുത്ത് ദീക്ഷ എടുത്തു. അപ്പൊ അവർ വന്നിട്ട് പറയും എൻ്റെ ഗുരുവിൻ്റെ നിന്ന് എടുത്താൽ മതി ദീക്ഷ, എൻ്റെ ഗുരുവിൻ്റെ നിന്ന് എടുത്താൽ മതി എന്ന് പറയാൻ പാടില്ല. കാരണം ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ആ വ്യക്തി ബന്ധമാണ്. അതിൽ ഞാൻ പോയിട്ട് ഇവരെ തന്നെ എടുക്കണം, ഇവരെ നിർബന്ധമായിട്ട് ഇദ്ദേഹത്തിന്റെ തന്നെ എടുക്കണം, എൻ്റെ ഗുരുവിൻ്റെ ഞാൻ പ്രീച്ച് ചെയ്തത് എൻ്റെ ഗുരുവിനെ തന്നെ കിട്ടണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നാൽ മതി. ആരെയാണോ നമുക്ക് ഇഷ്ടം അവരെ നിന്ന് തന്നെ ദീക്ഷ എടുക്കാം. പക്ഷെ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആരടുത്ത്, നമ്മളെ പഠിപ്പിക്കുന്ന ശിക്ഷാഗുരുവിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യണം. പ്രഭു ഈ ഗുരുവിൻ്റെ നിന്നാണ് എനിക്ക് എടുക്കേണ്ടത്, എനിക്ക് താല്പര്യം അദ്ദേഹത്തിന് ദീക്ഷ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ഗുരു എങ്ങനെയാണ്, ആ ഗുരുവിനെ കുറിച്ച് പ്രഭുവിന് വല്ലതും അറിയാമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പ്രഭു ദീക്ഷ എടുത്തിരിക്കുന്ന ഗുരുവിൻ്റെ നിന്ന് എനിക്ക് എടുത്താൽ മതി, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും ഗുരുക്കളെ കമ്പയർ ചെയ്യരുത്. കാരണം എല്ലാവരും പഠിപ്പിക്കുന്ന തത്വങ്ങൾ ഒന്നായിരിക്കും. 4 നിയമങ്ങള്, ഭഗവത്ഗീതയിലെ വിഷയങ്ങള്, ശ്രീമദ് ഭാഗവതത്തിലെ വിഷയങ്ങള്, ചൈതന്യ ചരിതാമൃതത്തിലെ പ്രിൻസിപ്പിൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവരുടെ രീതി വേറെയായിരിക്കും. എങ്ങനെയാ വെച്ചാല് ഇവിടെ പറയുന്നത് പോലെ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ചില ഗുരുക്കൾ വന്നിട്ട് എന്താണ് അതായത് ഓരോ ഗുരുക്കളും ഓരോ രീതിയിലായിരിക്കും. എല്ലാവരും ഒന്നുപോലെ ആയിരിക്കില്ല. ചിലർ വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലർ ഭയങ്കര കാരുണ്യം, ചിലർ വന്നിട്ട് ഒരുപാട് ശിഷ്യന്മാരെ സ്വീകരിക്കും, ചിലർ കുറച്ച് ശിഷ്യന്മാരെ സ്വീകരിക്കത്തുള്ളൂ, എന്നിട്ട് അവരെ കെയർ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഗുരുവിൻ്റെ നിന്ന് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഭയങ്കര കെയറിങ് ആണ്, ഇദ്ദേഹത്തിന് എടുക്കാം എന്ന് നിർബന്ധമില്ല. അപ്പൊ ആ ഗുരുവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര കെയറിങ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ആ ഗുരു ചിലപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും അവരുടെ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും, ആ മുതിർന്ന ശിഷ്യന്മാർ, അവരെല്ലാം നമ്മളെ കെയർ ചെയ്യും. അപ്പൊ ആ മുതിർന്ന ശിഷ്യന്മാരുടെ കെയർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയാലും ഗുരുവിന്റെ കെയറിങ് കിട്ടിയിരുന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യരുത്. ഈ ഗുരു ഭയങ്കര ക്ലാസ് ആണ്, ഭയങ്കര മധുരമായിട്ട് നിറയെ കഥകളൊക്കെ പറയും, അതുകൊണ്ട് ഈ ഗുരുവാണ് ബെസ്റ്റ്. ഈ ഗുരു ഫിലോസഫിയാണ്, എപ്പോഴും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഈ ഗുരു ശരിയല്ല.
അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ രീതിയിൽ അവരെല്ലാവരും നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അവരെല്ലാം ഗ്യാരണ്ടിയാണ് പ്രശ്നത്തിൽ നമ്മളെ എത്തിക്കും എന്നുള്ളതിൽ നമുക്ക് സംശയം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹൃദയ സമർപ്പണമാണ് ആ വിശ്വാസം നമുക്കുണ്ടാവണം. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഔപചാരികമായി ഗുരുവിനെ സ്വീകരിച്ചതിന് ശേഷവും ഭക്തൻ കൃഷ്ണാവബോധ പരിശീലനം തുടരുന്നു. അപ്പോൾ ഭക്തൻ ശ്രീല പ്രഭുപാദരോടൊപ്പം ദീക്ഷാ ഗുരുവിനെയും ആരാധിക്കുന്നു. പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോഴും ഭഗവാനെ നൈവേദ്യം സമർപ്പിക്കുമ്പോഴും ദീക്ഷാ ഗുരുവിന്റെ പ്രണാമ മന്ത്രം ചൊല്ലുന്നു. ഗുരു ആശ്രയ സ്വീകരിച്ച് 6 മാസങ്ങൾക്ക് ശേഷം ഔപചാരികമായി ദീക്ഷ സ്വീകരിക്കാം. ഒരു ഇസ്കോൺ ഗുരു ദീക്ഷ നൽകുന്നത് ആ ഭക്തൻ സേവനം അനുഷ്ഠിക്കുന്ന പ്രാദേശിക ക്ഷേത്ര പ്രസിഡന്റിന്റെ അനുമതിയോടെ ആയിരിക്കണം. ആശ്രമ പ്രസിഡന്റിൽ നിന്നും താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. 1. ഭക്തൻ വാചിക പരീക്ഷയിലും എഴുത്തു പരീക്ഷയിലും വിജയിച്ചിരിക്കണം. ഒരു ശിഷ്യനാകുന്നതിന്റെ അർത്ഥവും ഇസ്കോണിന്റെ അംഗത്വത്തെക്കുറിച്ചും മറ്റു തത്വജ്ഞാനപരമായ കാര്യങ്ങളെക്കുറിച്ചും. 2. ഭക്തൻ 16 മാലകൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ടെന്നും യമ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ആജീവനാന്തം കൃഷ്ണാവബോധം പരിശീലിക്കുകയും ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തെക്കുറിച്ചും സ്ഥിരീകരിക്കേണ്ടതാണ്. ദീക്ഷാസമയം ആത്മീയ ഗുരു ശിഷ്യന് ഒരു ആത്മീയ നാമം നൽകുന്നു. ഭക്തൻ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം 6 മാസങ്ങൾക്ക് ശേഷം മുകളിൽ വിവരിച്ചതുപോലുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ബ്രാഹ്മണ ദീക്ഷയും ഗായത്രി മന്ത്രവും സ്വീകരിക്കാവുന്നതാണ്. തുടർന്ന് വായിക്കണം. ആലോചന പൂർവമാണ് ദീക്ഷ സ്വീകരിക്കേണ്ടതെങ്കിലും വളരെ നീണ്ട കാലം കാത്തിരിക്കുവാൻ ശുപാർശ ചെയ്യുന്നില്ല. 16 മാലകൾ നിത്യേന ജപിക്കുന്നവർക്കും 4 യമനിയമങ്ങൾ അനുസരിക്കുന്നവർക്കും 2 വർഷത്തിനുള്ളിൽ ദീക്ഷ സ്വീകരിക്കാം. പ്രത്യേകിച്ചും മുഴുവൻ സമയവും ക്ഷേത്രത്തിലെ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്. സ്വന്തം ആത്മീയ ഗുരുവിനെ പുറമെ ഇസ്കോണിലെ മറ്റ് മുതിർന്ന ഭക്തന്മാരെയും സേവിക്കുകയും അവരിൽ നിന്ന് ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കുകയും ചെയ്യേണ്ടതാണ്. തന്റെ ഗുരുവിനോട് കൂടുതൽ സ്നേഹമുണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും വൈഷ്ണവ പെരുമാറ്റ രീതി അനുസരിച്ച് മറ്റു ഗുരുക്കന്മാരെയും സ്വന്തം ഗുരുവിന് തുല്യം ആദരിക്കേണ്ടതാണ്. അവൈഷ്ണവനായ മറ്റാരിൽ നിന്നെങ്കിലും മുമ്പ് ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികനായ ഒരു ഗുരുവിനെ സ്വീകരിക്കാനായി ആ വ്യക്തിയെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് നിരാകരിക്കേണ്ടതാണ്. ഇപ്രകാരം ഗുരുക്കന്മാരുള്ളവർക്ക് ചിലപ്പോൾ അവരെ നിരാകരിക്കാൻ ഭയമുണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ടതില്ല. ഗുരുവിനെ ഉപേക്ഷിക്കുന്നതിനെതിരെയായുള്ള ശാസ്ത്ര നിർദ്ദേശങ്ങൾ കപട ഗുരുക്കന്മാർക്ക് ബാധകമല്ലെന്ന് ശാസ്ത്രങ്ങൾ പ്രസ്താവിക്കുന്നു. വിശ്വാസ്യനായ ഒരു വൈഷ്ണവ ആചാര്യനെ സ്വീകരിച്ചവരെ തീർച്ചയായും ശ്രീകൃഷ്ണൻ നേരിട്ട് സംരക്ഷിക്കുന്നു. ശ്രീമദ് ഭാഗവതം 8:20-1 ഭാവാർത്ഥം. ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ആത്മീയ ഗുരുവും ശിഷ്യനും എന്ന പുസ്തകത്തിൽ മേൽ വിവരിച്ച വിഷയങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ഓരോ ഭക്തനും ഈ പുസ്തകം സശ്രദ്ധം വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പ്രഭുപാദിന്റെ മന്ത്രമാണ് ജപിച്ചത്. ഇപ്പൊ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരു മന്ത്രവും കൂടെ നമ്മൾ ജപിക്കേണ്ടി വരും. പ്രണാമ മന്ത്രം ഗുരുവിൻ്റെയും പ്രഭുപാദിൻ്റെയും കൂടെ നമ്മൾ ജപിക്കണം. ഇനി നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ അതാത് ഏരിയയിലുള്ള ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറിന്റെ താഴെ മാത്രമേ എടുക്കാവൂ. ഇതെല്ലാം വന്നിട്ട് GBC റൂളാണ്. ഈ റൂളിനെ പലപ്പോഴും പലരും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഇസ്കോണിൽ വലിയ വിഷയങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ചിട്ട എന്തിനു വെച്ചിരിക്കുന്നു വെച്ചാൽ ഇനി ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വലിയൊരു ഓർഗനൈസേഷനാണ്. ഒരു ചെറിയ ഓർഗനൈസേഷൻ അല്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ള ഒരു ആശ്രമമോ കാര്യമോ അല്ല. ലോകം മുഴുവനുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഗവേണിംഗ് ബോഡി കമ്മീഷൻ എന്ന് പറയുന്ന അതിൽ ഒരു സന്യാസിയല്ല 11 സന്യാസിമാർ ഈ ഗവേണിംഗ് ബോഡി കമ്മീഷനിലുണ്ട്. ഈ 11 പേരും ചേർന്നിട്ടായിരിക്കും ഒരു തീരുമാനം കൊണ്ടുവരിക.
അവര് ശാസ്ത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ അതേപടി ഫോളോ ചെയ്യേണ്ടത് ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഭക്തന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെയും ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ഏരിയയിൽ ഏത് പ്രസിഡന്റ് ആണോ ഉള്ളത് ആ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് പോയാൽ ദീക്ഷ തരാം. അപ്പൊ അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരെ ജപിക്കാത്ത വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഭക്തനുമായിട്ട് ശരിയാകാത്ത വ്യക്തിയായിരിക്കും. ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് പയ്യെ എസ്കേപ്പ് ആയി വേറൊരു സ്ഥലത്തിൽ പോയിട്ട് അവിടെ കുറച്ച് നാൾ പരിചയപ്പെട്ടുകൊണ്ട് ആ പ്രഭുവിനെ കമ്പനി അടിച്ച് എനിക്കൊരു ദീക്ഷ മേടിച്ച് തരുമെന്ന് പറയും. ആ ഒരു പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് അല്ല. ദീക്ഷയ്ക്ക് ഡിലേ ആയിരുന്നാലും ശരി തന്നെ അതാത് സെന്ററിൽ നമ്മളെക്കുറിച്ച് അവർക്കായിരിക്കും അറിയുക. ആ പ്രഭുവിനായിരിക്കും നമ്മുടെ കറക്റ്റ് ഹിസ്റ്ററി അറിയാം. നമ്മൾ ജപിക്കുന്നവരാണോ, കള്ളം പറയുന്നവരാണോ, അല്ലെങ്കിൽ പറ്റിക്കുന്നവരാണോ, ഇല്ല എല്ലാ സാധനങ്ങളും കറക്റ്റായി ചെയ്തു പോകുന്നവർ. ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, കാണിക്കാൻ വേണ്ടിയില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് വരെ ചെയ്തു പോകാൻ പറ്റും. അതൊന്നും വലിയ വിഷയമില്ല. ലൈഫ് ലോങ് വരെ പട്ടിണി കിടക്കാതെ കഴിച്ചു പോകാൻ നമുക്കറിയാം. എങ്കിൽ അതേപോലെ മനസ്സിന് ആവശ്യമുള്ളതും നമുക്ക് കൊടുക്കാൻ പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം പരീക്ഷ വയ്ക്കുന്നതും. അത് ഓറൽ ടെസ്റ്റ് വയ്ക്കും, റിട്ടൺ ടെസ്റ്റ് വയ്ക്കും. ചിലർക്ക് വായിച്ചാലൊന്നും മനസ്സിൽ നിൽക്കില്ല, മറന്നുപോകും. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ, അവർ പ്രിൻസിപ്പിൾ തെറ്റിക്കാത്ത വ്യക്തികളാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെസ്റ്റ് എല്ലാം നമ്മൾ വയ്ക്കാറുണ്ട്. സാധന, അതുപോലെ അവർ കൃത്യമായിട്ട് ജപം, കൃത്യമായ വായന, പിന്നെ അവരുടെ വീട്ടിലെ നിവേദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും ഒരാൾക്ക് ദീക്ഷ കൊടുക്കുക. അപ്പൊ ദീക്ഷ, ഹരിനാമ ദീക്ഷ പുതിയ പേര് കൊടുത്തു. പേര് കൊടുത്ത് ഇവർക്ക് ആ പരമ്പരയിൽ അവർ വന്നു. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ബ്രാഹ്മിൻ ദീക്ഷയും കൊടുക്കും. ബ്രാഹ്മിൻ ദീക്ഷ എന്ന് പറഞ്ഞാൽ പൂനൂല് കൊടുക്കും, ഗായത്രി മന്ത്ര ജപം കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ ബ്രാഹ്മണനായിട്ട് മാറ്റുകയാണ്, കുറച്ചുകൂടെ ഉയർന്ന പൊസിഷനിൽ കൊണ്ടുവരികയാണ്. ഇത് ശാസ്ത്രത്തിൽ റെക്കമെൻഡ് ചെയ്ത കാര്യമാണ്. ഏത് കുലത്തിൽ ജനിച്ചാലും പ്രശ്നമില്ല. ജന്മനാ ജായതേ ശൂദ്ര എന്നാണ് പറയുന്നത്. അപ്പം വേദപഠന്തി തദ്വിബ്ര, ബ്രഹ്മജ്ഞാനാദിതി ബ്രാഹ്മണ. അപ്പം ബ്രാഹ്മണനായിട്ട് ആ ക്വാളിറ്റി വരാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് പറയും, ഗായത്രി മന്ത്രോപദേശം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ പൂർണ്ണമായിട്ട് നമുക്കറിയണം, ഇവർ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി, വൃത്തിയുണ്ട്, നല്ല ശുദ്ധിയുണ്ട്, പിന്നെ ഇവർക്ക് എന്താണ് ദയ ഉണ്ട്, ഇവർക്ക് പിന്നെ എല്ലാ ക്വാളിറ്റിയും, ആ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഈ വ്യക്തിയിൽ കണ്ടാൽ മാത്രമേ ഇസ്കോൺ റെക്കമെൻഡ് ചെയ്യൂ. അങ്ങനെ സെക്കൻഡ് ദീക്ഷ അവർക്ക് ബ്രാഹ്മിൻ ദീക്ഷയും എടുക്കാൻ സാധിക്കും. ഇനി എന്താണ്, എന്താണെന്ന് വെച്ചാൽ 2 വർഷം വരെ നമുക്ക് സമയമുണ്ട്. എന്താണ്, നമുക്ക് ദീക്ഷ എടുക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ദീക്ഷ എടുത്തതിന് ശേഷം സെക്കൻഡ് ദീക്ഷ എടുക്കാനും നമുക്ക് 2 വർഷം വരെ. ഒരുപാട് കാലതാമസമാക്കരുത്. അത് പറയുന്നുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ ചിലർ വന്നിട്ട് അയ്യോ ഞാൻ പഠിച്ചില്ല, എനിക്കിതൊന്നും, പേടിച്ച് ഇങ്ങനെ നാള് നീട്ടും. അത്രയും നീട്ടരുത്. നമുക്കറിയില്ല എന്നുള്ളത് ഗുരുവിനെ അറിയാം. പക്ഷെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. ഗുരുവിനെ സ്വീകരിക്കുന്നതിന് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ബേസിക് ആയിട്ട് 16 മാല ജപിക്കുന്ന, നിയമങ്ങൾ ഫോളോ ചെയ്യും, ഏകാദശി വ്രതം എടുക്കും, സാധനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആരെ സ്വീകരിക്കാം, ഗുരുവിനെ സ്വീകരിക്കാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പോയി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഗുരുവിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റു ഗുരുക്കളെ കാണുമ്പോൾ എൻ്റെ ഗുരുവിനെ എങ്ങനെയാണോ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ആ ഗുരുവിൻ്റെ ഗോഡ് ബ്രദർ, അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അവരും വേറെ കുറേ പേർക്ക് ശിഷ്യന്മാരുടെ ഗുരുവാണ്. ഈ ഗുരുവിൻ്റെ ഇരിക്കുന്ന അതേ കാരുണ്യം അവരുടെ കയ്യിലുണ്ട്. കാരുണ്യം വാങ്ങിക്കാൻ നമ്മൾ എന്തിനാ ആ ഗുരുവിൻ്റെ വേണം, ഈ ഗുരുവിൻ്റെ വേണം, ആര് തന്നാലും വാങ്ങിച്ചോളൂ കാരുണ്യം. അതിൽ എനിക്ക് ആ ഗുരു എൻ്റെ ഗുരുവല്ല എന്ന് ഞാൻ വാങ്ങിക്കുന്നില്ല എന്നല്ല. അവർ കഴിക്കാൻ തന്നാലും വാങ്ങിക്കുക, ഇവർ കഴിക്കാൻ തന്നാലും വാങ്ങിക്കുക. അതിന് നമുക്ക് എന്താ മടി? അപ്പോൾ അതുപോലെ എല്ലാ ഗുരുക്കളെയും ഒന്നുപോലെ തന്നെ നമ്മുടെ ഗുരുവിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് മറ്റേ ഗുരുക്കൾക്കും കൊടുക്കണം. ചിലര് വേറെ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ദീക്ഷയൊക്കെ മേടിച്ചു, പ്രഭു ഞാൻ ഇന്ന ആളിൽ നിന്ന് പണ്ടേ ദീക്ഷ മേടിച്ചിട്ടുണ്ട് പ്രഭു എന്നൊക്കെ പറയും. പക്ഷെ അവർ പരമ്പരയിൽ വരാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഫിലോസഫി ടോട്ടലി തെറ്റായി, നമുക്കറിയില്ല. ഒരു കാലത്ത് ആരോ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പോയി എടുത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഗുരുവിനെ വിട്ടിട്ട് ഈ പരമ്പരയിൽ വരുന്ന ഗുരുവിനെ സ്വീകരിക്കാമോ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാം, തെറ്റില്ല. കാരണം അദ്ദേഹം പരമ്പരയിൽ വരാത്ത ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വന്നിട്ട് ഈ ഗുരുവിനെ സ്വീകരിക്കാം.
പക്ഷെ പരമ്പരയിൽ വരുന്ന ഗുരുവിൻ്റെ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇനിയൊരു പരമ്പരയിൽ വരുന്ന ഗുരുവിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഒരാളുണ്ട്, അത് മതി നമുക്ക്. ഇനി നമ്മൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതി. പക്ഷെ പരമ്പരയിലല്ലാത്ത ഒരാളാണെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് തന്നെ റിജക്ട് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് മഹാബലി ചക്രവർത്തി. ശുക്രാചാര്യർ പറയും, വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, നീ ഒന്നും ദാനം കൊടുക്കരുതെന്ന് പറയും. പക്ഷെ കേട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിഷ്ണുവിന് എതിരായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ റിജക്ട് ചെയ്യാം. ആ വ്യക്തി ഗുരുവല്ല. അതുകൊണ്ടാണ് മഹാബലി ചക്രവർത്തി ഗുരുവിനെ റിജക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിനെ റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി, വിഷ്ണുവിന് എതിരായിട്ട് ആര് സംസാരിച്ചാലും അവരെ നമുക്ക് റിജക്ട് ചെയ്യാം. അത് ഈ പരമ്പരയിൽ വരുന്ന ഗുരു ആയിരുന്നാൽ പോലും റിജക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാൻ ഒരു റൈറ്റ്സും ഇല്ല. അപ്പൊ അതൊന്നും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഈ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അതിന് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗുരുവിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വളരെ. അപ്പൊ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ആധ്യാത്മിക ഗുരു വേണം. അപ്പൊ ആ സാഹചര്യമെല്ലാം ഒത്തു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ആ സാഹചര്യമെല്ലാം ഭഗവാൻ നമുക്ക് അറേഞ്ച് ചെയ്യും. പക്ഷെ എന്ത് ലക്ഷ്യമായിരിക്കണം? എനിക്കൊരു ഗുരുവിനെ കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം. എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി എല്ലാം ശരിയാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീകാന്ത് പ്രഭു നേരത്തെ കൈ പൊക്കിയിരുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ പ്രഭു, എന്നോടാണോ ചോദിച്ചത് പ്രഭുജി? ശ്രീകാന്ത് പ്രഭു. ഓക്കെ, നേരത്തെ ബുക്ക് ചെയ്തായിരിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ചില കേസ് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല, എനിക്ക് മടിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വോയിസ് മെസ്സേജ് അയക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്യാം. കാരണം പ്രാക്ടിക്കൽ കാര്യമാണ്. ചിലരുടെ വീട്ടിലെ സാഹചര്യം ശരിയാകില്ല, ചിലർ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആഗ്രഹം വിടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചില സാഹചര്യങ്ങൾ നമുക്കത് പ്രാക്ടിക്കലി, കാരണം നമുക്ക് ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് എല്ലാ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻ അറിയാം. ഓരോരുത്തരും നമ്മളെ അടുത്തൊന്ന് പറയും എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, പക്ഷെ അതിനൊരു മാർഗം ഉണ്ടാവും. ആ മാർഗം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവും, ശരിയാകും എന്ന് പറഞ്ഞാൽ ആ ഫെയ്ത്ത്, ആ ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസവും അത് നമുക്ക് ശരിയാകും. അതുകൊണ്ട് എന്തെങ്കിലും ഈ പ്രാക്ടിക്കലി കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഞാൻ ഉള്ളി വെളുത്തുള്ളി ഒന്നും കൂട്ടാതെ ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ടേ നിർത്തിയതാണ്. ഉള്ളി വെളുത്തുള്ളി ഒന്നും കൂട്ടത്തില്ലായിരുന്നു. ഞാൻ എനിക്ക് ആൺപിള്ളേരില്ല, ഒരു മകളുടെ കൂടാണ്. ആ മകളുടെ വീട്ടിൽ അവർ രണ്ടുപേർക്കും ജോലിയുണ്ട്, പാചകക്കാരാണ്, പാചകം ചെയ്യുന്നത്. എനിക്ക് സെപ്പറേറ്റ് പാചകം ചെയ്ത് വാങ്ങിക്കാൻ. ഞാൻ തന്നെയല്ല, എൻ്റെ ഒരു മൂത്ത മകളും തീരെ വയ്യാത്ത ആളാണ്, കിടപ്പ് രോഗിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതിന് സെപ്പറേറ്റ് ഒരാളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അടുക്കളപ്പണിക്ക് ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് സെപ്പറേറ്റ് ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ ആഹാരം ഉണ്ടാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞാനിപ്പോൾ അത് കൂട്ടേണ്ടി വരുന്നു. ഞാൻ 16 മാലയിൽ കൂടുതൽ ജപിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റാണ്ട് വരുന്നുണ്ട്. കാരണം വീടിൻ്റെ ഒരു സാഹചര്യത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ, അവരുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ജോലികളൊന്നും ഇല്ലെങ്കിലും ഒരു മേൽനോട്ടമുണ്ട്. ആ സാഹചര്യത്തിൽ എനിക്ക് ഉള്ളി വെളുത്തുള്ളി മറ്റൊന്നും കഴിക്കുന്നില്ല, ചായ കാപ്പി ഒന്നും കഴിക്കില്ല. പക്ഷെ ഉള്ളി വെളുത്തുള്ളി എനിക്ക് കൂട്ടേണ്ടി വരുന്നു ആ ഒരു സാഹചര്യം. പിന്നെ കൃത്യമായി മാല ജപിക്കാൻ പറ്റും, പക്ഷെ ക്ലാസ്സിൽ കയറാൻ പറ്റാണ്ട് വരുന്നുണ്ട്. ആ സാഹചര്യം രക്ഷയെടുത്താൽ കൊള്ളാമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇത് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് പറ്റുമോ, എനിക്ക് ദീക്ഷ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല. അതിന് സേവ കൃഷ്ണ സാധക് ഇതൊക്കെ എഴുതിയായിരുന്നു എക്സാം? ഞാനൊരു എക്സാം എഴുതിയിട്ടില്ല. എനിക്ക് ഞാനും വയ്യാത്ത ആളാണ്, യാത്ര ഒട്ടും വയ്യ. കുഴപ്പമില്ല. എന്നിരുന്നാലും വിജയമുദ്ര പ്രഭുവിനെ കോണ്ടാക്ട് ചെയ്തിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ യാത്ര ചെയ്യണമെന്നില്ല.
ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയാൽ 1 വർഷം 2 വർഷം എടുക്കും. ഓക്കെ, ആ സമയമാകുമ്പോൾ നമ്മൾ അത്രയും ഫിലോസഫിക്കലി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കും. പിന്നെ ഇപ്പൊ ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഈ ഉള്ളി വെളുത്തുള്ളി ആ സാഹചര്യം ഭഗവാൻ നമുക്ക് മാറ്റി തരും, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കിവിടെ ഇതിനകത്ത് നമ്മൾ ഇന്ന് വായിച്ചതുപോലെ എല്ലാവരും എന്താണ് ഒരു എക്സാം, പരീക്ഷ പഠിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു വെച്ചാൽ അത്രയും ഫിലോസഫിക്കലി നമ്മൾ നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിജയമുദ്രപ്പൂവിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അത് അയച്ചു തരും, മൊബൈലിൽ തന്നെ അയച്ചു തരും. അത് വീട്ടിൽ വെച്ച് ആ പുസ്തകങ്ങൾ വായിക്കുക, എന്നിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി അദ്ദേഹത്തിന്. പ്രഭുജി ഒരു കാര്യം കൂടെ, ഞാൻ ഈ പുസ്തകം എല്ലാം വാങ്ങിച്ചത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലായി പോയപ്പം ഞാൻ ഇങ്ങോട്ട് പോരേണ്ടി വന്ന. അപ്പം എനിക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, പക്ഷെ ഓർമ്മശക്തി കുറവുണ്ട്, ഈ സോഡിയത്തിൻ്റെ അസുഖങ്ങളുണ്ട്, സോഡിയത്തിൻ്റെ കുറവുണ്ട്, യാത്ര വയ്യ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വായിച്ചാൽ പ്രഭുജി നേരത്തെ പറഞ്ഞ കണക്ക് വായിച്ചാൽ ഓർമ്മ നിൽക്കത്തില്ല. ടെസ്റ്റ് എഴുതാനും ഇത് മൊബൈലിനകത്ത് കൈകാര്യം ചെയ്ത് അയക്കാനും എനിക്ക് സാധ്യമായിട്ട് വരുന്നില്ല. എൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് 77 വയസ്സ് കഴിഞ്ഞു. ശരി, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ വിജയമുദ്രപ്പൂവിന്റെ അടുത്ത് ലീലാ മാതാജി അല്ലേ? ലീല പങ്കജാക്ഷൻ. സ്ഥലം ഇപ്പം ഞാൻ കോട്ടയത്താണ്, എടത്തുവയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിലാണ്, കോട്ടയം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ ഞാൻ പ്രഭുവിന്റെ അടുത്ത് സംസാരിക്കാൻ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, താങ്ക് യു, പ്രണാമം പ്രഭുജി. വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. താങ്ക് യു. വാഞ്ചാകൽപാതരുഭ്യസ്യ കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. ഗൗരവപ്രേമ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.